ഫുഡ് ഇൻഡസ്ട്രി അല്ലെങ്കിൽ കേറ്ററിംഗ് രംഗത്ത് ഏറ്റവും അത്യാവശ്യമാണ് 2 മെഷീൻസിനെടുത്ത് ഞാൻ വിളിച്ചത്. ആക്ച്വലി ഇതിന്റെ പേര് എക്സ്പ്ലർ ആണെന്ന് എനിക്ക് ഊഹമുണ്ട്, എങ്കിലും ഇതിന്റെ കൂടുതൽ വിശേഷങ്ങൾ നമുക്കൊന്ന് അറിയാം. ചേട്ടൻ എന്താണ് ഇതിന്റെ പേര് ആക്ച്വലി? നമ്മുടെ ഈ മെഷീൻ്റെ പേര് കൊക്കോ മിൽക്കർ അല്ലെങ്കിൽ ഡബിൾ സ്ക്രൂ എന്നാണ് നമ്മൾ പറയുന്നത്. പൊതുവെ നമ്മൾ ഈ മെഷീൻസ് സാധാരണ രീതിയിൽ യൂസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നാളികേരത്തിൽ നിന്ന് അതിൻ്റെ ജ്യൂസ്, അതുപോലെ തന്നെ ആയുർവേദിക് പ്രോഡക്ട്സിൽ നിന്ന് അതിൻ്റെ ജ്യൂസ് എക്സ്ട്രാക്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പൊതുവെ മെഷീൻസ് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത് വരുന്നത്. മെഷീൻ വാട്ടർ കണ്ടന്റ് നമുക്ക് കിട്ടും, അല്ലെങ്കിൽ മെഷീനിൽ നമ്മൾ പ്രൊഡക്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ വാട്ടർ കണ്ടന്റ് നമുക്ക് കിട്ടും. അതെ, നമ്മൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് നമ്മൾ അതിൻ്റെ ജ്യൂസിനെ എക്സ്ട്രാക്ട് ചെയ്ത് എടുക്കുകയാണ് പൊതുവെ ചെയ്യുന്നത്. 1 മണിക്കൂർ എടുക്കാൻ നമുക്ക് എത്രത്തോളം ജ്യൂസ് എക്സ്ട്രാക്ട് കിട്ടും? നമുക്ക് പൊതുവെ സാധാരണ രീതിയിൽ ഇതിപ്പോൾ ഒരു 1/2 HP മെഷീനാണ്. നമുക്ക് 1/2 HP, 1 HP, 5 HP അങ്ങനെ പല കാറ്റഗറിയിൽ നമുക്ക് അവൈലബിൾ ആണ്. നമുക്ക് സാധാരണ രീതിയിൽ ഇപ്പോൾ ഈ 1/2 HP നമുക്ക് പൊതുവെ 1 അവറിൽ 200 to 250 ഇതിന്റെ ബിറ്റ്വീനിലുള്ള ഏകദേശം നാളികേരം, ചെറിയ നാളികേരത്തിന്റെ ജ്യൂസ് നമുക്ക് എക്സ്ട്രാക്ട് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. നാളികേരത്തിന്റെ ജ്യൂസ് മാത്രമല്ല എന്തിന്റെ എക്സ്ട്രാക്റ്റും കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ ഒരു മെഷീൻ യൂസ് ചെയ്യുന്നത് ഭംഗിയായിട്ട് കിട്ടുമല്ലേ? ഓക്കെ, അതുപോലെ തന്നെ വേറെ മെഷീൻ കൂടി ഞാൻ കണ്ടു. വീട്ടമ്മമാർക്കൊക്കെ കണ്ടെങ്കിൽ പണ്ട് ഇടിയപ്പം ഉണ്ടാക്കുന്ന ആ ഒരു സ്റ്റൈലുള്ള മെഷീനാണ്. എന്താണ് ഇതിന്റെ പേരും ഇതിന്റെ പ്രത്യേകത? ഇതും ഒരു തരത്തിലുള്ള ഒരു സ്ക്യൂസർ തന്നെയാണ്. ഈ പറഞ്ഞ മാതിരി ഓയിൽ പോലത്തെ കണ്ടൻസ് മെറ്റീരിയലിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്തെടുക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. എസ്പെഷ്യലി കൊക്കോ പോലത്തെ മെറ്റീരിയലിൽ നിന്നൊക്കെ അതിൻ്റെ എണ്ണ നമുക്ക് കളക്ട് ചെയ്തെടുക്കാനായിട്ട് യൂസ് ചെയ്യുന്നതാണ് സ്ക്യൂസർ എന്നാണ് ഉള്ളത്. വ്യത്യാസമാണോ അതോ എന്തെങ്കിലും മറ്റു പ്രത്യേകതകളുണ്ടോ? ഇത് മാനുവലി ആണ്. നമുക്ക് അതിൽ ഗിയർ ബോക്സ്, മോട്ടോർ പോലത്തെ മെത്തേഡാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇലക്ട്രിക്കലുമായി ബന്ധപ്പെട്ട മെത്തേഡുകളാണ് യൂസ് ചെയ്യുന്നത്. പക്ഷേ ഇതിലെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മാനുവലി ഓപ്പറേറ്റഡ് ആണ്. നമ്മൾ ഒരു അടിയിൽ ഒരു ഹൈഡ്രോളിക് ഒരു ജാക്ക് വെച്ചിട്ടുണ്ട്, പിന്നെ മാനുവലി ഓപ്പറേറ്റഡ് ആയിരിക്കും ഇത് യൂസ് ചെയ്യുന്നത്. അതാണ് മെയിൻ ആയിട്ടുള്ള കമ്പാരിസൺ. ഇത് മാനുവലി, ഇത് ഓട്ടോമാറ്റിക് ആണെന്നാണ് ഏറ്റവും വലിയ ഡിഫറൻസ് അല്ലേ? ഓക്കെ.